മണിക്കൂറാണെന്ന് പറഞ്ഞേ. ഡീസൽ വേറെ മേടിക്കണ്ടോ? ഇപ്പൊ റീജൻ ഇൻ പ്രോഗ്രസ് ഒക്കെ കാണിക്കണ്ട. അരമണിക്കൂറൊക്കെ ആവൂടാ പോയി. അരമണിക്കൂർന്നൊക്കെ കേട്ടോ പറയണത്. ഞാനിത് വേഗം നോക്കിയില്ല, യൂട്യൂബ് നേരെ നോക്കി. അപ്പൊ ഇതിൻ്റെ അകത്ത് റീജന്റെ ഇത് കാണിച്ചപ്പോൾ റീജന് റിക്വസ്റ്റ് കൊടുക്കാനുള്ളതുണ്ട്. ആദ്യമൊക്കെ കാണിച്ചോണ്ടെന്ന് പറഞ്ഞാൽ ആ വാണിങ്ങിൽ പോയിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടുണ്ട്. അതിന് അവിടെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ സ്റ്റിയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ ഓപ്ഷൻ, അതിലേക്ക് വേണം. അതായത് സ്റ്റിയറിംഗ് വീല് ട്രിപ്പൊക്കെ കാണിക്കുന്നത്. അതിൻ്റെ താഴേക്കുള്ള ബട്ടൺ വെച്ചിട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും ടൈം കാണിക്കും. സ്റ്റിയറിംഗ് വീലിൻ്റെ ഇത് ട്രിപ്പ് ബി, അതുകൊണ്ട് ടൈം ഇത് താഴത്തേക്ക് പോയി കഴിയുമ്പോൾ റീജൻ റിക്വയർഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ അതിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് റീജൻ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോൾ റിക്വസ്റ്റഡ് എന്ന് പറയും. അത് കഴിയുമ്പോൾ തന്നെ സ്റ്റാർട്ടാവും. ഇതുണ്ട് RPM ഒക്കെ നമ്മൾ കാലം ഒന്നും ചെയ്തിട്ടില്ല. ഫ്രീ ആണ്. RPM 2000 മേളിൽ കിടക്കുക. ഇത് അരമണിക്കൂർ ഇങ്ങനെ നിൽക്കുമെന്നൊക്കെയാണ് പറയണത്. കുറച്ച് നേരം കഴിയുമ്പോൾ ആകുമായിരിക്കും. ഞാൻ സർവീസിൽ അവരെ ഷോറൂമിലെ പയ്യനെ വിളിച്ചപ്പോഴത്തേക്കും, നമ്മുടെ മോറ്റർ പയ്യനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഹൈവേയിലേക്ക് ഒരു 60 കിലോമീറ്റർ മേലെ സ്പീഡിൽ കണ്ടിന്യൂസ് കുറച്ച് നേരം ഓടിച്ച് കഴിഞ്ഞാൽ സെറ്റാവുന്നതാണ് അവൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇതിപ്പോൾ 5000 കിലോമീറ്റർ ഓടിയപ്പോൾ തീർന്നതായിരിക്കും കേട്ടോ. 7000 കിലോമീറ്ററൊക്കെയാണ് അവർ പറഞ്ഞത് നമ്മുടെ അടുത്ത്. പക്ഷേ ഇത് 5000 കിലോമീറ്റർ 5700 കിലോമീറ്റർ ആയപ്പോൾ ഈ പരിപാടി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ റീജൻ റിക്കോർഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. ബിപ് 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 എന്ന് പറഞ്ഞ സൗണ്ടൊക്കെ അടിച്ച് വാണിങ്ങൊക്കെ വന്നു. നമുക്ക് എന്തായാലും പുതിയ വണ്ടിയല്ലടാ പോയി പേടി തോന്നി. എന്തായാലും റീജൻ പ്രോഗ്രസ് കാണിക്കുന്നുണ്ട്. എത്ര സമയം എടുക്കുന്നുണ്ട് നോക്കാം കേട്ടോ. ഇപ്പം സമയം കാണാമല്ലോ, 9:31 9:09 ആയപ്പോൾ തുടങ്ങിയത്. നമ്മൾ എപ്പോൾ തീരുന്നുള്ളത് നോക്കാം കേട്ടോ. അയ്യോ ആണെങ്കിൽ പിന്നെയും ബെപ്പി ഇപ്പം അടിക്കുന്നുണ്ട്. RPMലേക്ക് തന്നെ കയറി വാണിംഗ് അടിച്ചതിന് ശേഷം. എന്തായാലും പണിയാട്ടെ. എന്നോടൊരു പുള്ളി പറഞ്ഞായിരുന്നു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നേരത്തെ ഒരു ചേട്ടൻ പറയണ്ടായിരുന്നു, ഈ ഹൈവേയിലൊക്കെ പോണ സമയത്ത് ഒരു തേർഡിലൊക്കെ ഇട്ട് നല്ല റേസ് ചെയ്തൊക്കെ ഒന്ന് ഓടിക്കുവാണെങ്കിൽ നല്ലതെന്നൊക്കെ പുള്ളി പറയണ്ടായിരുന്നു. പുള്ളിയുടെ അതൊരു റിലേറ്റീവ് വണ്ടി എടുത്തിട്ട് അങ്ങനെ വന്നായിരുന്നു. അപ്പോൾ പുള്ളി അങ്ങനെ ചെയ്തത്. ഏതോ ഒരു BS6 വണ്ടിയുടെ കാര്യം പറഞ്ഞിട്ട്, ഇതിൻ്റെ കാര്യമല്ല എന്നാണ് പറഞ്ഞത്. എന്തായാലും റീജൻ കൊടുക്കുന്നുണ്ട്, നമ്മൾ നോക്കാം.